നമസ്കാരം. ഞാൻ ഹരിപ്പാട് KS പണിക്കർ. ഇന്ന് ജനറലായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത്. നാം സാധാരണയായി കണ്ടുവരുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെയാണ് ഇന്നെനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും എന്താണ് അതിന് ഒരു റെമഡി, അത് എവിടെയാണ് ഇതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത്, ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ടോ, ആ പുസ്തകത്തിൽ പറയുന്നത് എന്താണ്, ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതൊന്നുമല്ല നടക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിക്കുന്ന വ്യക്തികൾ മൂഢന്മാരാണെന്നും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സിനെ പുണ്ണാക്കുന്ന വ്യക്തികളും അതേ രീതിയിൽ മൂഢന്മാരാണെന്നും യോഗികൾ ഉദ്ഘോഷിക്കുന്നുണ്ട്. എന്താണ് അതിന് പ്രധാനപ്പെട്ട കാരണം? കഴിഞ്ഞു പോയ വിഷയമാണ്. അതിനെപ്പറ്റി നാം സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ, സന്തോഷം വളരെ കുറവായിരിക്കും, ദുഃഖമായിരിക്കും എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് യാതൊരു ഗുണവും കിട്ടുന്നില്ല, അല്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. ചിന്തിച്ചു, നടന്ന കാര്യമാണ് അല്ലേ. അപ്പുറത്തെ നമ്മുടെ അയൽക്കാരനോട് സംസാരിച്ചത് അത്ര നന്നായില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞതിനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്ക് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായശ്ചിത്തം പോലെ അദ്ദേഹത്തോട് മാപ്പ് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തോട് അങ്ങനെ സംഭവിച്ചു പോയി, ക്ഷമിക്കണം എന്ന് മാപ്പ് പറഞ്ഞ് നമുക്ക് പിന്മാറാം. അപ്പോഴും ആ പറഞ്ഞ സംഭവം അവിടെ കിടക്കുകയാണെന്നുള്ളത്, അതായത് പറഞ്ഞതൊരിക്കലും അവിടുന്ന് മാറിപ്പോയില്ല എന്നുള്ള കൃത്യമായിട്ടൊരു ധാരണ നമുക്കുണ്ടാകണം. ചാലുകൾ അല്ലെങ്കിൽ ചാലുകൾ കീറി ചിന്തകൾ പോകുന്നത് ഒരു കാരണവശാലും ആ ചിന്തകൾ നശിക്കുന്നില്ല എന്ന്, അത് അന്തരീക്ഷത്തിൽ എവിടെയൊക്കെയോ പതിഞ്ഞു കിടപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. നല്ലത് വരുമോ ചീത്ത വരുമോ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്തിനാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയും വരാൻ പോകുന്ന കാര്യത്തിൽ ഉത്കണ്ഠയോടുകൂടി, വളരെ ആങ്ഷൈറ്റിയോടുകൂടി ചിന്തിച്ച് അത് സുഖമാണോ ദുഃഖമാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വിലയിരുത്തൽ നടത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്താണോ ഇപ്പോൾ ഉള്ളത്, അതായത് ഈ പ്രസൻറ്റിൽ ഉള്ളത്, അതിനെ മാത്രം ഓർത്ത് ചിന്തിച്ചാൽ മതി എന്ന്, അല്ലെങ്കിൽ അതിനെ മാത്രം ഓർത്തിട്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് അത് പ്രവൃത്തിഭാഗത്തിലേക്ക് കൊണ്ടുവന്ന് കഴിവതും നല്ലവണ്ണം ആ കർമ്മത്തിനെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രസൻറ്റ് മറന്നതിന് ശേഷം പാസ്റ്റും ഫ്യൂച്ചറുമാണ് ചിന്തിക്കുന്നത്. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ഒരു അറിവില്ലെങ്കിൽ പോലും നമ്മൾ ജ്യോതിഷനെടുക്കലോടി എത്തിയെന്ന ഒരു അവസ്ഥയുണ്ട്. എന്താ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് അത്. എന്താ നാളെ സംഭവിക്കാൻ പോകുന്നത്? അവരൊരു കാൽക്കുലേഷനൊക്കെ ചെയ്തതിന് ശേഷം അവർ നിങ്ങൾക്ക് ഒരു കുറേ വഴിപാടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടത്, ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവും. അങ്ങനെ ഉണ്ടായിരുന്ന ഈ ലോകത്ത് വഴിപാട് മാത്രം കഴിച്ചാൽ മതിയായിരുന്ന ആളുകൾക്ക് എന്ത് പ്രയോജനവും കിട്ടുമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന ദേവീ ദേവന്മാർക്ക് പോലും കഷ്ടകാലം ഉണ്ടെന്നുള്ളത് നമ്മൾ കഥകളിൽ കൂടി പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കഷ്ടകാലം മാറ്റാൻ ഇവർക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കുക. കഷ്ടം എന്ന് പറയുന്നത് കുന്നും കുഴിയും പോലെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അപ്പം ഇങ്ങനെയുള്ള ഒരവസ്ഥ വരുമ്പോൾ, ദുരവസ്ഥ വരുമ്പോൾ അതിനെ സഹിക്കാനും, എന്നാൽ സുഖം വരുമ്പോൾ കൂടുതൽ ആഹ്ലാദിക്കാൻ പോകാതെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടിലും സമത്വം പാലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ തുല്യ ദൂരത്തിൽ സഞ്ചരിക്കാൻ പറ്റും. എൻ്റെ അനുഭവ കഥയും അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഒരു കാരണവശാലും ഒരു മനുഷ്യനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന തരത്തിലല്ല ആ വ്യക്തികളൊക്കെ നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതെന്ന് നമ്മൾ നല്ലൊരു അതിനെപ്പറ്റി കൃത്യമായ ഒരു അവലോകനം നടത്തി പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെയും വിശ്വസിക്കാത്ത തലത്തിൽ, എന്നാൽ വിശ്വസിക്കേണ്ട എന്ന് ചോദിച്ചാൽ വിശ്വസിക്കണം. ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും നമ്മളെ ഏതെങ്കിലും ഒരു സമയത്ത് യേശുക്രിസ്തുവിൻ്റെ കൂടെ നിന്ന് പത്രോസിൻ്റെയൊക്കെ യേശുക്രിസ്തു പറഞ്ഞതുപോലെ, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുമെന്ന് പറഞ്ഞത് പത്രോസ് ഒരിക്കലും വിചാരിച്ചില്ല തള്ളിപ്പറയുമെന്ന്. അതുപോലെ നമ്മുടെ ഏറ്റവും അടുത്ത കൂടെ നിന്നിട്ട് നമ്മുടെ വിലയിൽ നമുക്ക് ഏതെങ്കിലും ഒരു ദോഷകാലം വരുന്ന സമയത്ത് ആ ദോഷകാലത്തിൽ നമ്മെ ആരെങ്കിലും കുത്തിപ്പറയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെയധികം ഉണ്ട്. അപ്പോൾ ആരെയും ഈ വന്ന ലോകത്ത് അല്ലെങ്കിൽ ഈ വന്ന കാലത്ത് നമുക്ക് ആരെയും വിശ്വസിക്കാൻ സാധ്യമല്ല. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ അതിന് പ്രയോജനം ഉണ്ടാവും. നമ്മുടെ വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. പിന്നല്ലേ ബുദ്ധി വരുന്നത്. ഇന്ദ്രിയങ്ങളും എല്ലാം ഈ മനസ്സിനകത്തായി ചുരുങ്ങി കിടക്കുന്നേ. നമ്മുടെ ആദ്യത്തെ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുണ്ടാക്കി തരുന്ന മടി തന്നെയാണ്. ഒരു കർമ്മം ചെയ്ത് തീർക്കാതെ മറ്റൊരു കർമ്മത്തിലേക്ക് ചാടിപ്പോകുന്ന അവസ്ഥ. ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഒരു കർമ്മത്തെ കൂടി ഇപ്പോഴും നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ പോലും ഒരു പാചകം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരു സാധനം പാചകം ചെയ്യുന്ന സമയത്ത് അടുത്ത ഒരു സാധനം കൂടി പാചകം ചെയ്യണം, അല്ലെങ്കിൽ അത് കറിയും കൂടി വെക്കണം, അല്ലെങ്കിൽ ചോറ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് ആലോചിച്ചിട്ട് കറിയും വെക്കും ചോറും വെക്കാൻ പോകുമ്പോഴല്ലേ ഏതെങ്കിലും ഒരു സാധനം കരിഞ്ഞു പോകുന്ന അവസ്ഥ. നിസ്സാര സംഭവം. അതായത് ഒരു നിസ്സാര ഉദാഹരണം പറഞ്ഞു. നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ദുഃഖത്തിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ മടിയാണ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു തീർക്കാതെ മറ്റൊരു കാര്യത്തിലേക്ക് ചാടിപ്പോകുന്ന അവസ്ഥ. ഇതും തീരത്തില്ല അതും തീരാത്ത അവസ്ഥ. അത് മനസ്സിൻ്റെയാണല്ല, അല്ലാതെ ശരീരം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം പറയേണ്ടിയിരിക്കുന്നത്, മടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഉത്സാഹക്കുറവെന്ന് പറയുന്നത്. ഒന്നിനും ഉത്സാഹമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. രാവിലെ എഴുന്നേറ്റ് ഒരു ഉദാഹരണം, ഞാൻ യോഗ പഠിപ്പിക്കുന്ന വ്യക്തിയാകുമ്പോൾ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു വരുന്നു. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇന്ന് മഴ പെയ്തുകൊണ്ട് ഞാൻ യോഗയ്ക്ക് പോകുന്നില്ല എന്നൊരു കാരണം കണ്ടുപിടിച്ചിട്ട് യോഗയ്ക്ക് വരാത്തവർ അനേകം പേരുണ്ട്. അത് അലസതയും അതുപോലെ തന്നെ ഉത്സാഹക്കുറവും കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതേസമയം ഇത് ഞാൻ ചെയ്തു തീർക്കേണ്ടതാണെന്നും ഇതെനിക്ക് അത്യാവശ്യമായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശാരീരികവും മാനസികവുമായ ഉന്നതിക്കും ഉയർച്ചയ്ക്കും സന്തോഷത്തിനും കാരണമാകും എന്നുള്ള തലത്തിൽ ചിന്തിക്കുന്നവർ അപൂർവം ആളേ ഉള്ളൂ. അങ്ങനെ മനസ്സിൻ്റേതായിട്ടുള്ള അനേകം പ്രശ്നങ്ങളാണ് നമ്മളെ താഴ്ത്തി കൊണ്ടുപോകുന്നതും നമുക്ക് എപ്പോഴും മുന്നോട്ട് കയറിപ്പോകാൻ പറ്റാത്ത അവസ്ഥയിലെത്തുന്നത്. ഇതിനെന്താണ് പ്രതിവിധി? ഇതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ അലസതയും അതുപോലെ തന്നെ വളരെയധികം കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും കൂടെ റെമഡി ആയിട്ടാണ് ഞാനിന്നൊരു ഒരു സംഭവം പറയാൻ പോകുന്നത്. അതായത് ഒരു ശ്ലോകമാണിത്, ഒരു സൂത്രമാണ്, പാതഞ്ജല സൂത്രമാണ്. പാതഞ്ജല സൂത്രത്തിൽ സമാധി പാദത്തിൽ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സുമായിട്ട് എഴുകി ചേർന്ന് പോകാൻ സാധിക്കുമെന്ന്. ഈ സൂത്രം ഇങ്ങനെയാണ്: മൈത്രി കരുണ ഉദിതോ ഉപാക്ഷേണാം സുഖദുഃഖ പുണ്യ വിഷയാണാം ഭാവനാത്വ ചിത്തപ്രസാദാനം എന്നാണ് ഇതിൻ്റെ ശ്ലോകം. അതായത് 4 വിധത്തിലുള്ള ഭാവനകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഇതിന് റെമഡിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 4 തരത്തിലുള്ള ഭാവനകളാണെന്നാണ് പറയുന്നത്. എല്ലാവരെയും മിത്രഭാവേന വർത്തിക്കുക എന്നാണ് പറയുന്നത്. അത് സാധിക്കാത്ത കാര്യമാണ് കേട്ടോ, മിത്രഭാവന വർത്തിക്കുക എന്നുള്ളത്. വലിപ്പച്ചെറുപ്പം കൊണ്ട് നമ്മളെ പല അവസരത്തിലും നമ്മൾ മിത്രഭാവം വെടിയുന്നുണ്ട്. വലിപ്പച്ചെറുപ്പം മാത്രമല്ല, രൂപങ്ങളിൽ പോലും സുന്ദരന്മാരും സുന്ദരികളും ആകുമ്പം കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും, വിരൂപനാകുമ്പം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. ഓരോരുത്തരുടെയും രൂപം കണ്ടിട്ട് പോലും നമ്മൾ നമ്മുടെ മിത്രഭാവത്തെ വെടിയാറുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാവരെയും ഒരേപോലെ മിത്രഭാവത്തിൽ കാണാൻ പറയുന്നുണ്ട്. പിന്നോ
ദുഃഖിതന്മാരിൽ കൃപയുണ്ടായിരിക്കുക, കരുണയുണ്ടാവാൻ പറഞ്ഞു. അതുപോലെ തന്നെ ജനങ്ങൾ സന്തുഷ്ടരായിരിക്കുമ്പോൾ നമ്മളും ആഹ്ലാദിക്കാൻ പറഞ്ഞു. നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ സംഭവം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരവും കർമ്മവാസനയും ഇവന് ഉതകാത്തത് കൊണ്ട് നമ്മുടെ കർമ്മബീജത്തിൽ അല്ലെങ്കിൽ വാസന ബീജത്തിൽ കിടക്കുന്നതേ നമ്മൾ പറയത്തുള്ളൂ, പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ചിലത് നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നോ ദുർജനങ്ങളിൽ ഉദാസീനതയുണ്ടാവാൻ പറഞ്ഞു. ദുർജനം എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവരിൽ അവരെ കണ്ടോട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, അവിടെ ഉദാസീനത പാലിക്കാൻ പറഞ്ഞു. അത് സത്യമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ഒരല്പം അകന്നു നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സത്യമാണെന്ന് അറിഞ്ഞതിന് ശേഷമേ അവരിൽ നകലാവൂ. കേട്ടുകേഴ്വി കൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ തന്നെ എല്ലാ ഭാവനാ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഭാവനാ വിഷയം സുഖമാണെങ്കിൽ അതിനോട് മൈത്രി ഭാവിക്കാൻ പറഞ്ഞു. ഈ 4 കൂട്ടം കാര്യങ്ങളിൽ നമുക്ക് ഭാവന ഇതുപോലെ കൈക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനോസുഖത്തോട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ദുഃഖമാണെങ്കിൽ അതിനോട് കരുണ തോന്നണം. അതേസമയം സുഖിയാണെങ്കിൽ നമ്മളെക്കാട്ടിലും ഉയർന്ന തലത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ നല്ല തരത്തിലുള്ള വ്യക്തികളാണെങ്കിൽ അവരോട് മൈത്രി ഭാവിക്കാൻ പറഞ്ഞു. അവരെ ഒരു കാരണവശാലും അവരോട് ഈഗോ കാണിച്ചിട്ട്, അഹങ്കാരം കാണിക്കുകയോ അസൂയ കാണിച്ചിട്ട് അവരെ അകറ്റി നിർത്തരുതെന്ന് അവിടെ പറയുന്നതിന് പ്രധാനപ്പെട്ട കാര്യം. അപ്പം മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ് കരുണ കാണിക്കേണ്ടത്? ഒരു രോഗിയായ വ്യക്തിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കയ്യിൽ കരുതുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആ കയ്യിൽ കരുതിയ ഫ്രൂട്ട്സ് ആണെങ്കിൽ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അവരുടെ രോഗവിവരം അറിഞ്ഞതിന് ശേഷം സിമ്പതി കാണിക്കും, എമ്പതി കാണിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് ഈ രോഗമാണോ, ക്യാൻസറാണോ, അയ്യോ അപ്പുറത്തെ ഗോവാരൻ ചേട്ടന് മരിച്ച ക്യാൻസറായിട്ടാണ്, അവിടെ തീർന്നില്ല, അല്ല നമ്മൾ പോയവൻ്റെ യാതൊരു ഗുണവും അവിടെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും. അതിന് പകരം ഇതൊന്നും ഒരു വിഷയമേ അല്ല, ഇതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്, ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞ ഒരു കോമൺ രോഗമാണ്, ഇതൊക്കെ മാറ്റാവുന്നുള്ളതേ ഉള്ളൂ എന്നും അതിന് ഉദാഹരണമായിട്ട് 2 പേരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലൊരു ശാന്തതയുണ്ടാവും. പക്ഷെ നമ്മളെല്ലാം തെറ്റായ രീതിയിലാണ് പറയുന്നത്, അത് മനസ്സിലാക്കണം. അപ്പോൾ കരുണ കാണിക്കാന്നാണ്. പുണ്യമാണെങ്കിൽ സന്തോഷിക്കണം, പാപമാണെങ്കിൽ ഉദാസീനത കൈക്കൊള്ളാൻ പറഞ്ഞു. ഉദാസീനത എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടില്ല പെട്ടിരിക്കുക. നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾക്ക് യമനോ അല്ലെങ്കിൽ മറ്റേ കുറ്റം കണ്ടുപിടിക്കാൻ പറ്റുന്ന പാർട്ടികളൊന്നുമല്ല, നമുക്ക് അതിനുള്ള ഇതൊന്നും അർഹതയൊന്നുമില്ല. അപ്പം നമ്മൾ ഒരാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറ്റം മാത്രമേ കാണത്തുള്ളൂ. കുറ്റമറ്റതായിട്ടൊരു സൃഷ്ടി ഈ ലോകത്തിലുണ്ടെങ്കിൽ അതാരെങ്കിലും ഇതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. കുറ്റമറ്റതായിട്ടൊരു മനുഷ്യനോ ഒരു സൃഷ്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാം കുറ്റമുള്ളവരാണ്, കുറ്റമില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ കുറ്റം ചെയ്യുന്നവരിൽ ഉദാസീനതയാണ് കാണിക്കേണ്ടത്. കാര്യം തനിക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണിത്. താൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ചിന്തിച്ചാൽ പോലും കുറ്റങ്ങളായിട്ട് വരുമെന്ന് മനസ്സിലാക്കുക. അപ്പം അവരിൽ ഉദാസീനതയാണ് ഭാവിക്കേണ്ടത്. നമുക്ക് നേരിടുന്ന വിവിധ വിഷയങ്ങളുടെയും നേരെ ഇപ്രകാരമുള്ള ഭാവനകൾ മനസ്സ് ശാന്തമാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 തരം കാര്യങ്ങളിൽ നാം വ്യക്തമായിട്ടൊരു ധാരണ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ശാന്തമാക്കി കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്ക കഷ്ടപ്പാടുകൾക്കും കാരണം ഈ വിധത്തിൽ മനസ്സിനെ അടക്കി നിർത്താൻ കഴിയാത്ത രീതിയിലുള്ള ശക്തിക്കുറവാണ്. നമ്മൾ എന്താണ് ആരെങ്കിലും ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരാളെ പറ്റി ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒന്നുകിൽ മൂളും അല്ലെങ്കിൽ നമ്മളും അതിനോട് യോജിച്ചു പോവുക ചെയ്യുന്നു. എന്നാൽ അങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റുകളതാണ്. അങ്ങനെ പറ്റിയിട്ടുണ്ടോ ആരെങ്കിലും പറഞ്ഞാൽ നമ്മളതിന് സപ്പോർട്ട് ചെയ്തു പോവുക. ചിലർക്കൊക്കെ അത് കേൾക്കുന്നത് വളരെ സന്തോഷമാണ്, കാതിന് ഇമ്പം വരുന്ന സാധനമാണ് ഈ വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ട് കഴിയുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നും. ആ ഒരു തലത്തിൽ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിങ്ങളിലേക്ക് നെഗറ്റീവാണ് ഉണ്ടാകുന്നത്. ഞാൻ വളരെ ചുരുക്കി പറയുവാണ്. ആ നെഗറ്റീവ് നിങ്ങളിലേക്ക് വരുന്തോറും ഇത് എന്തുണ്ടാവും? വാസനാ ബീജമായിട്ട് നിങ്ങളുടെ അന്ധകരണത്തിൽ ചിത്തത്തിൽ ലയിക്കും എന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ളതാണ്. അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. അത് നല്ലത് കൊണ്ടുവരേണ്ടതിന് പകരം ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. ഉദാഹരണത്തിന് നമ്മളോട് ഒരുവൻ ദ്രോഹം ചെയ്തു എന്ന് വിചാരിക്കുക. ഉടനെ അതിന് പ്രതികാരം ചെയ്യാൻ നാം ഒരുമ്പെടുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പം തന്നെ നമ്മൾ ചിന്തിക്കും, ഇപ്പം ചോദിച്ചേക്കാം, എന്നാൽ ഇത് നമ്മൾ ചോദിച്ചിട്ടേ ഉള്ളൂ, വേറെ കാര്യം ഇത് എവിടുന്നോ കേട്ടതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. ഉടനെ പോയി ചോദിക്കണം, ചോദിച്ചില്ലേ ഉറക്കം വരത്തില്ലെന്ന്. എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു,
എന്നുള്ള ചിന്ത, ഇതിനെ അടക്കി നിർത്താനുള്ള കഴിവ് നമുക്കില്ലാതെ പോകുന്നതാണ് നമ്മൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ദോഹപരമായ ഓരോ പ്രതികാരത്തിനും നമ്മൾ അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ നമ്മളിൽ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ, പ്രതികാര ചിന്തയ്ക്ക് മാത്രമേ സമയം കാണത്തുള്ളൂ. അപ്പോൾ എന്തായും ചിന്തയുടെ സ്വാധീനത്തിൽ നമുക്ക് മനസ്സിനെ സ്വാധീനിക്കുകയും അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അതിനുള്ള ശക്തി കുറഞ്ഞത് കൊണ്ടാണ്, നമുക്കതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നാം പെട്ടെന്ന് എടുത്തിയാടി ചോദിക്കുകയും അതിനോട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും. അതിൽ നിന്നും നമ്മൾ ബുദ്ധിപൂർവ്വം അതിനെ ക്ഷമിക്കുകയും അതുപോലെ തന്നെ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ മുന്നേറാൻ ഒരു പ്രയാസവുമില്ല, നമ്മുടെ മനസ്സിന് ശാന്തത ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. ദ്രോഹ വിദ്വേഷ രൂപമായ ഏത് പ്രതികരണവും അത്രമാത്രം മനഃശക്തിയെ നഷ്ടപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുക. മനഃശക്തി എന്ന് പറയുന്നത്, ചിത്തശക്തി എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ്. ആ ശക്തി ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് ഈ ആത്മഹത്യാപരമായ ചിന്ത വരുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇതാ. കാര്യം പെട്ടെന്ന് പ്രതികരിക്കുന്നത് കൊണ്ടാണ് മനുഷ്യരുണ്ടാകുന്ന അവൻ്റെ പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെടുകയാണ്. പ്രതികാരദാഹിയായി അതായത് പ്രതികരണവും പ്രതികാരവും തമ്മിൽ രണ്ടാണ്. പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ മാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത്, ഇപ്പം നമുക്ക് നമ്മുടെ ദേശത്തെക്കുറിച്ച് എടുക്കാം, രാഷ്ട്രത്തെക്കുറിച്ച് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് എടുക്കാം. അങ്ങനെ തെറ്റായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പ്രതികരണം ഉണ്ടാവണം, അതാണ് പ്രതികരണം എന്ന് പറയും. പക്ഷെ പ്രതികാരം എന്ന് പറയുന്നത് മനോശക്തിയെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇച്ഛാശക്തിയെ നഷ്ടപ്പെടുത്തുന്നത്. മറിച്ച് ഓരോ പ്രതികാര ചിന്തയും ദ്വേഷവിചാരവും ദോഷപ്രവൃത്തിയും നിഗ്രഹിച്ചാൽ അത് നമുക്ക് ഗുണകരമായി ഭവിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്രകാരമുള്ള ആത്മസംയമനം ഉണ്ടെങ്കിൽ യാതൊന്നും നഷ്ടമാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കുന്നതിലും കവിഞ്ഞ ലാഭം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ മനോശക്തി വർദ്ധിപ്പിക്കാൻ ഇതിനെ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ശ്ലോകത്തിൽ കൂടി പാതഞ്ജലി മഹർഷി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. രൂപമോ രോഷരൂപമോ അതുപോലെ ആയ ഓരോ വികാരത്തെയും നിഗ്രഹിക്കുമ്പോഴും നാം അത്രമാത്രം സ്വാത്വിക വീര്യം കൈക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ആത്മവീര്യം കെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള കേൾക്കുന്നതും, അതായത് വിമർശനാത്മകമായ കാര്യങ്ങൾ കേൾക്കുകയും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും പിന്നെ അതിനെ ദ്വേഷപരമായ രീതിയിൽ ചിന്തിച്ച് ആ വ്യക്തിയെ കാണുമ്പോൾ പുറത്ത് ചിരിച്ചുകൊണ്ട് അകത്ത് നമ്മൾ വേറൊരു തലത്തിൽ പോകുന്നതുണ്ട്. ആ തലത്തിൽ വരുന്നുണ്ട് ഉണ്ടാവുന്ന നമ്മുടെ ആത്മവീര്യം കെടുത്തും എന്നാണ് പറയുന്നത്. അതേസമയം തുറന്ന ആ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവിടെ തീർന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും ഉണ്ടെങ്കിൽ ഉണ്ടോ, ഇല്ലെങ്കിൽ ഇല്ല. അത് പറഞ്ഞ് തീരുമ്പോൾ സംഭവം തീർന്നു. അതിന് പകരം എന്ത് ചെയ്യും, ഉള്ളിൽ കൊണ്ടു നടന്ന് അവസാനം നമ്മളിലെ അതൊരു വാസനാ ബീജമായിട്ട് വന്ന് നമ്മുടെ ഒരു കർമ്മമായിട്ട് നമ്മളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഒരു വ്യക്തി എന്തൊക്കെയാണ് പാലിക്കേണ്ടതെന്ന് ഈ 4 കൂട്ടം കാര്യങ്ങൾ വ്യക്തമായി പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ ഒരു വ്യക്തിക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്ന്, നമ്മുടെ ആത്മവീര്യം കെടുത്താതെ സ്വാത്വികപരമായിട്ട് പോകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം.